സ്പീച്ചാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും. ഓക്കെ, അപ്പോൾ ഈ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് എക്സാക്റ്റ് വേർഡ്സ് സ്പോക്കൺ ബൈ ദ സ്പീക്കർ എൻക്ലോസ്ഡ് ഇൻ കൊട്ടേഷൻ മാർക്കിൽ കോട്ട് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ, ഐ ആം ഹാപ്പി ഷീ സെഡ് എന്ന് പറയാം. ഐ ആം ഹാപ്പി എന്നുള്ള സ്പീക്കർ പറഞ്ഞത് കൊട്ടേഷൻ മാർക്കിൽ യൂസ് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. പക്ഷേ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ കൊട്ടേഷൻ മാർക്ക് ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, പിന്നെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ റിപ്പോർട്ട്സ് മീനിങ് ഓഫ് വാട്ട് വാസ് സെഡ്. അതാണ് എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്? മീനിങ് ഓഫ് വാട്ട് വാസ് സെഡ് ദാറ്റ് വിത്ത് ചേഞ്ചസ് ഉണ്ടാവും. ഇൻഡയറക്റ്റ് സ്പീച്ചും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സെൻറ്റൻസസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, വിത്ത് ചേഞ്ചസ്. പിന്നെ അതുപോലെ എന്താ പറയുക, ടുമാറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ എന്ന് വരും. അങ്ങനെയൊക്കെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഹിയർ എന്ന് പറയുമ്പോൾ നൗ എന്ന് വരും. ദർ എന്ന് പറയുമ്പോൾ ദെൻ എന്ന് വരും. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഐ ആം ഹാപ്പി ഷീ സെഡ്. ഐ ആം ഹാപ്പി എന്നുള്ള കൊട്ടേഷൻ മാർക്കിൽ എഴുതുമ്പോൾ അത് ഡയറക്റ്റ് ആണെന്ന് ഓർത്ത് കൊട്ടേഷൻ കൊണ്ട് ഡയറക്റ്റ് എന്ന് ആലോചിച്ചോളൂ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതണം. ഡയറക്റ്റ് സ്പീച്ചിന് കൊട്ടേഷൻ മാർക്ക് യൂസ് ചെയ്തിട്ടായിരിക്കണം എഴുതേണ്ടത്. പിന്നെ കൊട്ടേഷൻ മാർക്ക് ഇല്ലാത്തത് ഇൻഡയറക്റ്റ് സ്പീച്ചാണെന്ന് പറഞ്ഞു. ഷീ സെഡ്. അപ്പോൾ ഈ അവസാനത്തെ ഷീ സെഡ് എന്നുള്ള ഡയറക്റ്റ് സ്പീച്ചിലുള്ള അവസാനത്തെ ഷീ സെഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ ഫസ്റ്റിലേക്ക് വരും. ഓക്കെ, ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഹാപ്പി. ഓക്കെ, അപ്പോൾ അത് ഇൻഡയറക്റ്റ് സ്പീച്ചായി. പിന്നെ ഐ എം ഗോയിങ് ടു ദ സ്റ്റോർ അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ദ സ്കൂൾ ഷീ സെഡ്. അത് കൊട്ടേഷൻ മാർക്കിലാണ്. അപ്പോൾ എന്താണ്, ഡയറക്റ്റാണ്. അത് ഇൻഡയറക്റ്റിലേക്ക് ഇങ്ങനെ എഴുതും. അപ്പോൾ ഈ അവസാനത്തെ ഷീ സെഡ് എന്നുള്ള ഡയറക്റ്റ് സ്പീച്ചിലുള്ള അവസാനത്തെ ഷീ സെഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ ഫസ്റ്റിലേക്ക് വരും. ഓക്കെ, ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഹാപ്പി. ഓക്കെ, അപ്പോൾ അത് ഇൻഡയറക്റ്റ് സ്പീച്ചായി. പിന്നെ ഐ എം ഗോയിങ് ടു ദ സ്റ്റോർ അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ദ സ്കൂൾ ഷീ സെഡ്. അത് കൊട്ടേഷൻ മാർക്കിലാണ്. അപ്പോൾ എന്താണ്, ഡയറക്റ്റാണ്. അത് ഇൻഡയറക്റ്റിലേക്ക് ഇങ്ങനെ എഴുതും. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഗോയിങ് ടു ദ സ്റ്റോർ. ഓക്കെ, ഇൻഡയറക്റ്റ് സ്പീച്ചായി. ഓക്കെ, ക്ലിയർ ആണോ? ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും. ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പം കൊട്ടേഷൻ മാർക്ക് ഉണ്ടാവും. ഐ ആം ഹാപ്പി ഷീ സെഡ്. ഐ ആം ഹാപ്പി കൊട്ടേഷൻ മാർക്കിലിടുക, എന്നിട്ട് കോമ ഇടുക, ഷീ സെഡ് ഫുൾ സ്റ്റോപ്പ്. ഇതാണ് ഡയറക്റ്റ് സ്പീച്ചിൻ്റെ ഫോമാറ്റ്. ഇൻഡയറക്റ്റ് സ്പീച്ചിന് ചേഞ്ചസ് ഉണ്ടാവും. അതെങ്ങനെ വരിക? അപ്പോൾ ലാസ്റ്റുള്ള ഷീ സെഡ് ഉണ്ടാവും ഡയറക്റ്റ് സ്പീച്ചിൻ്റെ. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ ഫസ്റ്റിലേക്ക് വരും. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഹാപ്പി. അവിടെ കൊട്ടേഷൻ മാർക്കിൻ്റെ ആവശ്യമില്ല. അത് ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. ഇൻഡയറക്റ്റ് സ്പീച്ചിന് കൊട്ടേഷൻ മാർക്കിൻ്റെ ആവശ്യമില്ല. ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, ഐ എം ഗോയിങ് ടു ദ സ്റ്റോർ ഫുൾ കൊട്ടേഷനിലാണ്. ഷീ സെഡ് എന്നുണ്ട്. അപ്പോൾ കൊട്ടേഷൻ മാർക്ക് വരുമ്പോൾ എന്താണ്, ഡയറക്റ്റ് സ്പീച്ച്. അതെങ്ങനെയാണ് ഇൻഡയറക്റ്റിലേക്ക് വരിക? ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഗോയിങ് ടു ദ സ്റ്റോർ അല്ലെങ്കിൽ ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഗോയിങ് ടു ദ സ്കൂൾ. എങ്ങനെയാണെന്ന് വെച്ചാൽ സെൻറ്റൻസിൻ്റെ ഇതിൽ എഴുതുക. ഇതൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എന്താ എടുക്കാൻ പോകുന്നതെന്ന് അറിയാം? ഇൻഡയറക്റ്റ് സ്പീച്ചാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. ഇൻഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും. ഓക്കെ, അപ്പോൾ ഈ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് എക്സാക്റ്റ് വേർഡ്സ് സ്പോക്കൺ ബൈ ദ സ്പീക്കർ എൻക്ലോസ്ഡ് ഇൻ കൊട്ടേഷൻ മാർക്കിൽ കോട്ട് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ, ഐ ആം ഹാപ്പി ഷീ സെഡ് എന്ന് പറയാം. ഐ ആം ഹാപ്പി എന്നുള്ള സ്പീക്കർ പറഞ്ഞത് കൊട്ടേഷൻ മാർക്കിൽ യൂസ് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. പക്ഷേ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ കൊട്ടേഷൻ മാർക്ക് ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, പിന്നെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ റിപ്പോർട്ട്സ് മീനിങ് ഓഫ് വാട്ട് വാസ് സെഡ്. അതാണ് എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്? മീനിങ് ഓഫ് വാട്ട് വാസ് സെഡ് ദാറ്റ് വിത്ത് ചേഞ്ചസ് ഉണ്ടാവും. ഇൻഡയറക്റ്റ് സ്പീച്ചും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സെൻറ്റൻസസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, വിത്ത് ചേഞ്ചസ് ടു വെർബ് ടെൻസസ്. ഓക്കെ, പിന്നെ ഐ മൈറ്റ് എന്നൊക്കെ വരുമ്പോൾ
ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ഹി ഓർ ഷീ എന്നൊക്കെ ആയിട്ട് വരും. പിന്നെ അതുപോലെ എന്താ പറയുക, ടുമാറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ എന്ന് വരും. അങ്ങനെയൊക്കെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഹിയർ എന്ന് പറയുമ്പോൾ നൗ എന്ന് വരും. ദർ എന്ന് പറയുമ്പോൾ ദെൻ എന്ന് വരും. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഐ ആം ഹാപ്പി ഷീ സെഡ്. ഐ ആം ഹാപ്പി എന്നുള്ള കൊട്ടേഷൻ മാർക്കിൽ എഴുതുമ്പോൾ അത് ഡയറക്റ്റ് ആണെന്ന് ഓർത്ത് കൊട്ടേഷൻ കണ്ട ഡയറക്റ്റ് എന്ന് ആലോചിച്ചോളൂ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതണം. ഡയറക്റ്റ് സ്പീച്ചിന് കൊട്ടേഷൻ മാർക്ക് യൂസ് ചെയ്തിട്ടായിരിക്കണം എഴുതേണ്ടത്. പിന്നെ കൊട്ടേഷൻ മാർക്ക് ഇല്ലാത്തത് ഇൻഡയറക്റ്റ് സ്പീച്ചാണെന്ന് പറഞ്ഞു. ഷീ സെഡ്. അപ്പോൾ ഈ അവസാനത്തെ ഷീ സെഡ് എന്നുള്ള ഡയറക്റ്റ് സ്പീച്ചിലുള്ള അവസാനത്തെ ഷീ സെഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ ഫസ്റ്റിലേക്ക് വരും. ഓക്കെ, ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഹാപ്പി. ഷീ വാസ് ഹാപ്പി. ഓക്കെ, അപ്പോൾ അത് ഇൻഡയറക്റ്റ് സ്പീച്ചായി. പിന്നെ ഐ എം ഗോയിങ് ടു ദ സ്റ്റോർ അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ദ സ്കൂൾ. ഷീ സെഡ് അത് കൊട്ടേഷൻ മാർക്കിലാണ്. അപ്പോൾ എന്താണ്, ഡയറക്റ്റാണ്. അത് ഇൻഡയറക്റ്റിലേക്ക് ഇങ്ങനെ എഴുതും. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഗോയിങ് ടു ദ സ്റ്റോർ. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഗോയിങ് ടു ദ സ്റ്റോർ. ഓക്കെ, ഇൻഡയറക്റ്റ് സ്പീച്ചായി. ഓക്കെ, ക്ലിയർ ആണോ?